ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ഭീതി ഉണർത്തുന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. ഒമാൻ കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇറാനും റഷ്യയും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസങ്ങൾ വെറുമൊരു സൈനികാഭ്യാസം എന്നതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പടക്കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പക്ഷത്ത് ചേർന്ന് റഷ്യൻ യുദ്ധക്കപ്പലുകൾ അണിനിരക്കുന്നത് പുതിയൊരു ആഗോള ശാക്തിക ചേരിയുടെ രൂപീകരണത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ശനിയാഴ്ച ഇറാനെതിരെ സൈനിക നടപടിക്ക് അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക വിന്യാസങ്ങൾ ശക്തമാവുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ മേഖലയിലെ മാറ്റങ്ങൾ ആഗോള സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുമെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ജലപാതയാണ് ഒമാൻ കടൽ. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിൽ റഷ്യൻ പടക്കപ്പലുകൾ എത്തിയത് നിസ്സാരമായി കാണാനാവില്ല. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ചരിത്രപരമായി റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാണെങ്കിലും അമേരിക്കൻ സൈനിക നീക്കങ്ങളെ നേരിടാൻ ഇത്ര പരസ്യമായി റഷ്യ രംഗത്തിറങ്ങുന്നത് സമീപകാലത്ത് അപൂർവമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള മേധാവിത്വം അവസാനിപ്പിക്കാനും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനും റഷ്യ ഈ സാഹചര്യം ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം മേഖലയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ സജ്ജമാക്കി ട്രംപ് ഭരണകൂടം തങ്ങളുടെ കരുത്ത് കാട്ടാൻ ശ്രമിക്കുമ്പോൾ അതിനെ നേരിടാൻ റഷ്യയുടെ പിന്തുണ ഇറാനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഇറാനെതിരെയുള്ള ആക്രമണ പദ്ധതികൾ പൂർത്തിയാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമിൽ ബുധനാഴ്ച നടന്ന ഉന്നതതല യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഇറാനെ നേരിടാനുള്ള വിവിധ മാർഗങ്ങൾ ചർച്ച ചെയ്തു. വരാനിരിക്കുന്ന ശനിയാഴ്ച തന്നെ സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെങ്കിലും പ്രസിഡന്റ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് സൈന്യം. എന്നാൽ ആക്രമണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ഒരു ഇരുതല മൂർച്ചയുള്ള വാളിന്മേലാണ് നിൽക്കുന്നത്. ആക്രമണം വേണമെന്നും വേണ്ടെന്നും വാദിക്കുന്ന ഉപദേഷ്ടാക്കൾക്കിടയിൽ അദ്ദേഹം മനസാന്നിധ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കടലിൽ താഴ്ത്തുമെന്ന ഭീഷണി മുഴക്കിയത് ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ വിശ്വസ്തരായ ജാരേദ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ഇറാനുമായി നടത്തിയ അനൌദ്യോഗിക ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിഡന്റിന് കൈമാറിയിട്ടുണ്ടെങ്കിലും സൈനിക നടപടിയെന്ന ഓപ്ഷൻ ട്രംപ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾക്കിടയിലും നയതന്ത്രത്തിന്റെ ചെറിയൊരു വാതിൽ എങ്കിലും തുറന്നിടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകരാജ്യങ്ങൾ. എന്നാൽ ജനീവയിൽ കഴിഞ്ഞ ദിവസം നടന്ന 3.5 മണിക്കൂർ നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ ചില അടിസ്ഥാന തത്വങ്ങളിൽ ധാരണയായെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും വിശദാംശങ്ങളുടെ കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് അമേരിക്കൻ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. നയതന്ത്രം തന്നെയാണ് എപ്പോഴും ആദ്യ ഓപ്ഷനെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറയുമ്പോഴും സൈനിക നടപടികളെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ വരും ആഴ്ചകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിനു മുൻപേ ഒരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കർശന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിക്കുന്നത് ചർച്ചകളെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക വിന്യാസം ഒരു പുതിയ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ സൂചനയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളും ഈ രണ്ട് രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിച്ചു. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇടപെടലുകളെ ചെറുക്കാൻ ഇത്തരം സഖ്യങ്ങൾ ആവശ്യമാണെന്ന് റഷ്യ കരുതുന്നു. ഒമാൻ കടലിലെ നാവികാഭ്യാസങ്ങളിലൂടെ അമേരിക്കയ്ക്ക് സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനാവില്ലെന്ന സന്ദേശമാണ് മോസ്കോ നൽകുന്നത്. ഇതിനോടൊപ്പം ചൈനയുടെ നിശബ്ദ പിന്തുണയും ഇറാന് ഉണ്ടെന്നത് അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും നിലവിൽ സംയമനം പാലിക്കുന്നുണ്ടെങ്കിലും യുദ്ധമുണ്ടായാൽ അവരുടെ സുരക്ഷയെയും അത് ബാധിക്കും. കടൽ കടന്നുള്ള ഈ പോരാട്ടം കേവലം അതിർത്തികൾ തമ്മിലുള്ളതല്ല, മറിച്ച് ആഗോള ആധിപത്യത്തിന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണ്. ഈ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ലോകത്തെ ഊർജ്ജ വിപണിയെയാണ്. ലോകത്ത് വിപണനം ചെയ്യപ്പെടുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് ഈ തർക്കം നടക്കുന്നത്. ഒരു ചെറിയ സൈനിക ഏറ്റുമുട്ടൽ പോലും എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവില വർധനവ് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ നീക്കമെങ്കിൽ അത് ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയ്ക്കും.
റഷ്യ ഈ തർക്കത്തിൽ നേരിട്ട് ഇടപെടുന്നതോടെ ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വം ഇരട്ടിയാകും. യുദ്ധം ഒഴിവാക്കാൻ ലോകം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണവും സാമ്പത്തികമായ ഈ തകർച്ചയെ ഭയന്നാണ്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ലോകം പഴയൊരു ശീതയുദ്ധ കാലത്തിലേക്ക് മടങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എക്കാലത്തും അമേരിക്കൻ താൽപ്പര്യങ്ങളോട് അനുസരിച്ചാണ് ചലിച്ചിരുന്നതെങ്കിൽ ഇന്ന് റഷ്യയെപ്പോലെയുള്ള വൻ ശക്തികൾ അവിടെ നിർണായക സ്വാധീനം ചെലുത്തുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം സഖ്യകക്ഷികൾക്കിടയിൽ പോലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിടവ് നികത്താനാണ് റഷ്യയും ഇറാനും ശ്രമിക്കുന്നത്. ശനിയാഴ്ച അമേരിക്ക ആക്രമണം നടത്തിയാലും ഇല്ലെങ്കിലും പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥ മാറിക്കഴിഞ്ഞു. സൈനിക ബലത്തേക്കാൾ നയതന്ത്രത്തിന് പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം ഒരു വലിയ ദുരന്തത്തിലേക്കാകും ലോകം കണ്ണു തുറക്കുക. സമാധാനത്തിനുള്ള അവസാന ശ്രമങ്ങളും വിഫലമായാൽ ഒമാൻ കടലിലെ തിരമാലകൾ യുദ്ധത്തിന്റെ രക്തക്കറയാൽ ചുവക്കാനിടയുണ്ട്. നിർണായകമായ ഈ മണിക്കൂറുകളിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് വൈറ്റ് ഹൗസിലേക്കും ക്രെംലിനിലേക്കുമാണ്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന ചരിത്ര പാഠം ഭരണാധികാരികൾ ഓർക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.